തീർച്ചയായിട്ടും നിങ്ങളത് ഊതി വീർപ്പിച്ച് പൊട്ടിക്കണം. ഞാൻ ഊട്ടിയിട്ടില്ല, നിങ്ങൾ സ്വന്തമായിട്ട് ഊട്ടിയിടാതെ അതിനെ സ്റ്റാർട്ട് പറയുന്നതിന് മുമ്പ് കാറ്റ് കയറുന്നുണ്ടോ ഊട്ടിയിട്ടിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. തീരെ വിശ്വാസം ഇല്ല, ഊട്ടിയിട്ടിട്ടായിരിക്കും കൊടുത്തത്. So ready 1 2 3 ready 1 2 3 ready 1 2 3 go. സാര പൊട്ടിക്കുക. കണ്ണച്ചേട്ടനാണ് ഫാൻസ് കൂടുതലെന്ന് തോന്നുന്നു. ഇപ്പൊ പൊട്ടു, ഇപ്പൊ പൊട്ടു. അങ്ങനെ അതിവിദഗ്ധമായിട്ട് കണ്ണച്ചേട്ടൻ മിഞ്ചെടുത്തിരിക്കുന്ന കണ്ണച്ചേട്ടൻ ജയിച്ചിരിക്കുകയാണ്. തോറ്റുപോയത് ശ്രീയാണ്. ശ്രീക്ക് ഒരു ടാസ്ക് ഉണ്ട്. ഇതിൽ ഇഞ്ചിയുണ്ട്, നാരങ്ങയുണ്ട്, ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഏതാ വേണ്ടേ? ഇപ്പഴാ കറക്റ്റ് ആയത്. ഇഞ്ചി കടിച്ച ആരോ ഉണ്ടല്ലോ. സോറി, ടാസ്ക് ചെയ്യേണ്ടത് ശ്രീവിധി തന്നെയാണ്. എന്ത് വേണേ കഴിക്കാം. വിദഗ്ധമായിട്ട് അതെങ്ങനെ തുപ്പിക്കളയെന്ന് ആലോചിക്കുന്ന ശ്രീവിദ്യ. യെസ്, ഇനി ജസ്റ്റ് ഒരു ചെറിയ ടാസ്ക് ആണ്. കൊണ്ടുപോടും ചെറിയ ടാസ്ക് ഉണ്ട്, വായിക്കാം. ഓടാൻ റെഡി ആണെങ്കിൽ നമുക്ക് കുറച്ച് ഓടിയാലോ. റൺ ബേബി റൺ, റൺ ടു ഇന്ത്യ ഗേറ്റ്. ഊഹിച്ചെടുത്തോ. ഇന്ത്യ ഗേറ്റിലേക്കാണ് ശ്രീവിദ്യ ഓടാൻ പോകുന്നത്. ഇവിടുത്തെ ഇന്ത്യ ഗേറ്റ് ഏതാണ്? അരിയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇന്ത്യ ഗേറ്റിൽ പോയിട്ട് സെക്കൻഡ് ഹിഞ്ചുമായിട്ട് ശ്രീവിദ്യ ഇങ്ങോട്ട് വരും. നമുക്ക് നോക്കാം സെക്കൻഡ് ഹിഞ്ച് എന്താണെന്നുള്ളത്. ശ്രീവിദ്യ കേൾക്കുന്നുണ്ടെങ്കിൽ സ്റ്റേജിലേക്ക് തന്നെ വരണം. ഹിഞ്ച് എടുത്തോണ്ട്. ഓക്കെ, ചാടെടുത്തോ. എനിക്കറിയത്തില്ല, സത്യമായിട്ട് എനിക്കറിയില്ല. ഒരു പേപ്പർ ആയിരിക്കും. ഇന്ത്യ ഗേറ്റ് പൂട്ടിയിടുന്ന എവിടെയാന്ന് നോക്കിയാൽ മതി. നാളെ ഓക്കെ. എന്തുവാ അവിടെ ഞണ്ട് തുറക്കാം. ഇങ്ങനെ ഗിംബിൾ എടുത്തോണ്ട് എവിടെ പോടാ ടാസ്ക്. ഫൈനലി കിട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എന്താണെന്ന് എഴുതിയിരിക്കുന്നത്?
കെട്ടിപ്പൊടി കെട്ടിപ്പൊടിയിടാ. ഹഗ് ആൻഡ് ബ്രിങ് ഹിന്റ് എന്നാണ്. സോ ഹഗ് ചെയ്യുമ്പോ എവിടുന്നെങ്കിലും ഒരു ഹിന്റ് കിട്ടും. അത് ആര് ഹഗ് ചെയ്താലാണ് കിട്ടാന്ന് അറിയില്ല. സോ നിങ്ങളുടെ കയ്യിൽ വളരെ പെട്ടെന്ന് തന്നെ അത് കണ്ടുപിടിച്ചിരിക്കുകയാണ്. So next, Kiss me, close your eyes, kiss your better half and get your kiss me, close your eyes, kiss your partner and get your hint. കൊടുക്കാം, വേണമെങ്കിൽ തിരിഞ്ഞു നിൽക്കാം. യെസ്, അങ്ങനെ അടുത്ത ഹിന്റ് കിട്ടിയിട്ടുണ്ട്. പൊട്ടിയാൽ കിട്ടും. കുത്തിയാൽ പൊട്ടും, പൊട്ടിയാൽ കിട്ടും. യെസ്, കുത്തിയാൽ പൊട്ടും പൊട്ടിയാൽ കിട്ടും. നോക്കി പൊട്ടിക്ക. ബുദ്ധിയില്ലെന്ന് നമുക്ക് പണ്ടേ അറിയാം. യെസ്, അങ്ങനെ ഫൈനലി അടുത്ത ഹിന്റ്. യെസ്, പാടാം, നമുക്ക് പാടാം. പാടിക്കോ. യെസ്, ഹിന്ദി സോങ് വേ. പക്ഷെ അതിന് മുമ്പ് പാടണം. പാടാം അല്ലേ? എന്തും പാടാം, പക്ഷെ പാട്ടായിരിക്കണം. 6 വരിയിൽ കുറയാതെ പാടണം. എല്ലാരും ചൊല്ലണ കല്ലാണ് നെഞ്ചിലെന്ന്, കരിങ്കല്ലാണ് നെഞ്ചിലെന്ന്. ഞാനെന്ത് തൊട്ടപ്പോ നീലക്കാരി കണ്ടതയ്യ കണ്ടതയ്യ. യെസ്, അങ്ങനെ അത് ഇത്രയും കഴിവുകൾ ഒളിപ്പിച്ച് വെച്ചിട്ടാണ് ശ്രീവിദ്യ. അല്ല, എനിക്ക് തൊണ്ടവേദന ആയതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ ഞാൻ നന്നായിട്ട് പാടിയത്. അതെ, തീർച്ചയായിട്ടും. നെക്സ്റ്റ് ഹിന്റ് കൊടുക്കാം. സക്സസ്ഫുള്ളി ഹിന്റുകളൊക്കെ കളക്ട് ചെയ്ത് നെക്സ്റ്റ് ഹിന്റിലേക്കാണ് വന്നിരിക്കുന്നത്. സോ യെസ്, ഓടിത്തളരുമെങ്കിൽ കുറച്ച് വെള്ളം കുടിച്ചോളൂ. അതെ, ഓടി തളർന്നെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം കുടിക്കാം ശ്രീവിദ്യ. ഒരുപാട് ഓടി തന്നെ കുറച്ച് വെള്ളം കുടിച്ചിട്ട് വരാം. എവിടെയാണത്? എവിടെയാണ് നെക്സ്റ്റ് ഹിന്റ്? ഇല്ല. പാവം എന്നൊക്കെ. വെള്ളം കുടിക്കുന്ന ഇവിടെയാണോ? ഇത് വെള്ളം കുടിക്കുന്നത് അകത്താ. ഹിന്റ് കറക്റ്റ് ആയിട്ട് വായിക്കുക. വായിച്ചതിന് ശേഷം മാത്രം തപ്പുക. ഓക്കെ, you can read again. ഓടിത്തളർന്നെങ്കിൽ കുറച്ച് വെള്ളം കുടിച്ചാലോ? ആ വെള്ളം കുടിക്കാൻ പറ്റുമോ? ഇല്ല. എപ്പോഴൊക്കെ വെള്ളം കുടിക്കാൻ ഇടുന്നത്? എവിടെയാണ് വെള്ളം കുടിക്കുന്നതെന്ന് വെച്ചാൽ അങ്ങടേക്ക് പോവാം. യെസ്, അടുത്ത ഹിന്റ് കിട്ടിയിട്ടുണ്ട്. ചൂടും തണുപ്പും.
വെറുതെ എന്താ ഇങ്ങനെ ഡാൻസ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുറെ നാൾ നടന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ചായപ്പോഴത്തേക്കും അത് നിന്ന്. പിന്നെ ഞാൻ പറഞ്ഞ ഒരു പരിപാടിയും വേണ്ട ഹൽദിയും വേണ്ട, ഒന്നും വേണ്ട. ഇതിലൊക്കെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചില്ല ഇങ്ങനൊരു സംഭവം ഉണ്ടാകുമെന്ന്. രാവിലെ ആണെങ്കിലും പ്രസിഡന്റ് കാര്യത്തിൽ അന്ന് തിരക്കൊക്കെ പോയി ഞാനിങ്ങനെ ആരും ഇവിടെ ഒന്നിനും വരാത്തെ, എന്താ ആരും ഒന്നും ചെയ്യാത്തെന്നുള്ളത് ഭയങ്കര സങ്കടമായിരുന്നു. പക്ഷെ ഇത്രയും ഇത് പറഞ്ഞാൽ ഭയങ്കര എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട്. ഇതില് എല്ലാരും എഫേർട്ട് എടുത്തിട്ടുണ്ട്. എനിക്കറിയാം എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. പ്രത്യേകിച്ച് എനിക്കറിയാം അച്ഛന്റെ മാസ്റ്റർ ബ്രെയിൻ ആണ്, മെയിൻ ആയിട്ട് അവളാണ് ഇതിന്റെ മാസ്റ്റർ ബ്രെയിൻ. എങ്കിലും ഒരാൾ ഇനിഷ്യേറ്റീവ് എടുക്കണം എന്നുള്ള ഇതിലുള്ളതുകൊണ്ട് ഐശ്വര്യ കേസ് ആണെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ നമ്മുടെ അനു, അവളെ ആങ്കറിങ്ങും അവളുടെ ഇതും, പിന്നെ എല്ലാവരും പാറു, കൃഷ്ണ, അമ്മു, പാറു, ചിന്നു, ചീക്ക, സുൽപ്പണ്ണ്, ശ്രീഹരി, ശ്രീരാജ്, ഷേപ്പൻ, പിന്നെ നൈതാമികർ, എല്ലാവരും ഇനി പേരെടുത്ത് പറഞ്ഞപ്പോൾ ഓരോരുത്തരെ ഞാൻ വിട്ടുപോകും. പക്ഷെ എല്ലാവർക്കും ഒത്തിരി താങ്ക് യു. അച്ഛനും അമ്മയ്ക്കും ആദ്യം കുറച്ച് ഇമോഷണൊക്കെ ആയിരുന്നു. അതിന്റെ ആവശ്യമില്ല, അതെ തൊട്ടടുത്തോട്ടല്ലേ നമ്മൾ പോകുന്നത്, അതെ അത്രേ ഉള്ളൂ. അപ്പൊ അതിന്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. പിന്നെന്താണ്, എനിക്ക് ഒത്തിരി സന്തോഷമായി. ഇങ്ങനെയൊക്കെ എക്സ്പ്രസ് ചെയ്യാൻ അറിയത്തുള്ളൂ, പക്ഷെ ഭയങ്കരമായിട്ട് മനസ്സിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഞാൻ ഒട്ടും വിചാരിച്ചില്ല. എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്.